അടൽ സ്മൃതിയിൽ രാഷ്ട്രം. ഇന്ന് മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ 7ാമത് സ്മൃതി ദിനം. ഡൽഹിയിൽ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഇവരുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി ദിനമാണെന്ന് അത്രത്തോളം വിപുലമായാണ് രാഷ്ട്രം അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്മൃതിസ്ഥലിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചിരുന്നു. അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിയെ ഓർത്തെടുത്ത് സംസാരിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർ അടൽ ബിഹാരി വാജ്പേയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സ്മൃതി സ്ഥലിലെത്തി ഓർമ്മകൾ പുതുക്കാനുമായി എത്തിയിരുന്നു. മാത്രമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്മൃതി സ്ഥലിൽ ഇന്ന് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുകയുണ്ടായി. അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് ബി.ജെ.പിക്ക് മാത്രം അവകാശപ്പെടാനുള്ള വ്യക്തിത്വമല്ല അടൽ ബിഹാരി വാജ്പേയി. രാജ്യത്തിൻ്റെ ഒന്നാകെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, ഈ രാജ്യത്തിൻ്റെ ഒന്നാകെ വികസന കുതിപ്പിന് നാന്ദി കുറിച്ച, അല്ലെങ്കിൽ അതിന് കരുത്തേകിയ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ എന്ന് പറയേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ബി.ജെ.പി അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കാലത്ത് അനവധി പാർട്ടികളെ ഒപ്പം ചേർത്ത്, അത് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര പാടവം തന്നെയായിരുന്നു, ഒപ്പം ചേർത്ത് NDA സർക്കാരുണ്ടാക്കി കാലാവധി തികച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. LK അഡ്വാനിയും A.B. വാജ്പേയിയും ചേർന്നുള്ള രണ്ടുപേർ ചേർന്നുള്ള ആ മുന്നേറ്റം, പാർട്ടിക്കായി കാഴ്ചവെച്ച, രാജ്യത്തിനായി കാഴ്ചവെച്ച മുന്നേറ്റം എക്കാലവും ഓർമ്മിക്കപ്പെടുന്നത് കൂടിയാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റിലും ആ വാക്കുകളാണ് തെളിഞ്ഞു നിന്നത്. എന്തായാലും ഇന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി ദിനം സമുചിതം ആചരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം ബി.ജെ.പിയും. രാജ്യമെമ്പാടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചർച്ചകൾ, ഇതെല്ലാം രാജ്യമെമ്പാടും ഇന്ന് നടക്കുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേള.